Hi students, 11th class chemistry classification of elements and periodicity in properties എന്ന ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന പീരിയോഡിക് ടേബിൾ ഓഫ് ദി എലമെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ പീരിയോഡിക് ടേബിൾ അല്ലേ? ഇവിടെ ഹൈഡ്രജൻ ഈ പീരിയോഡിക് ടേബിളിൽ നമുക്ക് കാണാം ഏറ്റവും ലോവസ്റ്റ് ആറ്റോമിക് നമ്പറുകളാണ് ഹൈഡ്രജൻ 1. അങ്ങനെ ആറ്റോമിക് നമ്പർ അനുസരിച്ച് ഈ ഇലമെന്റ്സിനെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. 118ാമത്തെ ഇലമെന്റ് ആണ് ഓർഗാനിസം വരെ ക്രമമായിട്ട് പീരിയോഡിക് ടേബിളിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിള് നമ്മുടെ കെമിസ്ട്രിയുടെ ആധാർ കാർഡാണ്. അന്നേരം നമുക്ക് ഇതിനകത്തെ ഇലമെന്റ്സ് എല്ലാം സുപരിചിതമാണ്. ഇങ്ങനെ പീരിയോഡിക് ടേബിളിനകത്ത് ഇലമെന്റ്സ് എല്ലാം ക്രമീകരിച്ചത് പെട്ടെന്നൊരു ദിവസത്തിലല്ല. ഇത് അനേക വർഷത്തെ സയന്റിസ്റ്റുകളുടെ പഠനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. 1800 only 31 elements were known. Now at present there are 118, അതായത് 118 elements known. ഓർത്തിരിക്കുക, നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിരിക്കുന്ന 118 elements നമുക്കറിയാം. So it became difficult for the scientists to remember all the properties of elements. Therefore, there was a need to classify elements. പുരാതന കാലം തൊട്ടേ 1800 ആണെങ്കിൽ 31 എലമെന്റ്സിന്റെ കാര്യം അറിയത്തുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് അവർക്ക് അന്ന് തൊട്ടൊരു തലവേദന എങ്ങനെയാണ് ഇലമെന്റ്സിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. മെനി സയന്റിസ്റ്റ് ട്രൈ ടു ക്ലാസിഫൈ എലമെന്റ്സ് ബേസ്ഡ് ഡിഫറെന്റ് ക്രൈറ്റീരിയ. പല കണ്ടീഷൻ വെച്ചാണ് അവര് ക്ലാസിഫൈ ചെയ്തിരുന്നത്. സം ബ്രോട്ട് സക്സസ് വൈൽ സം ഡിഡ് നോട്ട് ആസ് വെൽ. വി സി ഇൻ ഫർദർ സ്ലൈഡ്. നമുക്ക് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി അടുത്ത ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. എങ്ങനെയാണ് ഇതിന്റെ കണ്ടുപിടുത്തം പുരോഗമിച്ചത് ഇലമെന്റ്സിന്റെ. ഒറ്റയടിക്കല്ല, സ്റ്റെപ്പ് വൈസ് ഡെവലപ്മെന്റ് ഓഫ് പീരിയോഡിക് ടേബിൾ ആണ് നമ്മൾ കാണുന്നത്. സ്റ്റെപ്പ് വൈസ് ഡെവലപ്മെന്റ്. ഒന്നാമത്തെ ലോ ആയിരുന്നു ഡോബറിനിയസ് ലോ ഓഫ് ട്രൈഡ്സ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് അനുസരിച്ചായിരുന്നു എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ഇപ്പോഴത്തെ മോഡേൺ പീരിയോഡിക് ടേബിള് മോസ്ലീസ് ആണ് അത് കണ്ടുപിടിച്ചത്. മോസ്ലീസ് മോഡേൺ പീരിയോഡിക് ലോ അനുസരിച്ചാണ് നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ പീരിയോഡിക് ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത്. അന്നേരം നമ്മൾ ഈ 4 ടൈപ്പ് പീരിയോഡിക് ടേബിളിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തതെന്ന് നമുക്കൊന്ന് കാണാം ഇന്നത്തെ ക്ലാസ്സിൽ. 1829 ഡോബറിനിയർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഈ എലമെന്റ്സിനെ എല്ലാത്തിനെയും കൂടെ ക്രമീകരിക്കുക ഒരു ട്രൈഡ്സ് ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഹി വാസ് ദ ഫസ്റ്റ് ടു ഓർഗനൈസ് എലമെന്റ്സ് ബൈ ദെയർ പ്രോപ്പർട്ടീസ്. ഹി ഗ്രൂപ്പ്ഡ് ദം ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 3 കോൾഡ് ട്രൈഡ്സ്. ട്രൈഡ്സ് ആയിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്കിവിടെ അദ്ദേഹം ക്രമീകരിച്ചിരിക്കുന്ന 3 എലമെന്റ് ആണ്. അതൊരു ഗ്രൂപ്പായിട്ട് അദ്ദേഹം ഗ്രൂപ്പാക്കി. ആ ഗ്രൂപ്പിനകത്തുള്ള എലമെന്റ്സിന്റെ പേരാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഈ ലിഥിയത്തിന്റെ ആറ്റോമിക് മാസ് 7. ആറ്റോമിക് മാസ് യൂണിറ്റിലാണ് 7 AMU. സോഡിയം 23, പൊട്ടാസ്യം 39. ഡോബറിനെ പറയുകയാണ് നമ്മളിവിടെ കാണുന്നത് ലിഥിയം 7, പൊട്ടാസ്യം 39. 7 + 39 എന്ന് പറയുന്നത് 46. അതിന്റെ ആവറേജ് മാസ് എടുക്കുകയാണെങ്കിൽ 46/2 എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ 23 AMU വരുന്നത്. 23 AMU നമ്മളിവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോഡിയത്തിന്റെ ആറ്റോമിക് മാസ് 23 AMU. ഇതിൽ നിന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം തിരിച്ചിരിക്കുന്ന ഗ്രൂപ്പില് ഒന്നാമത്തെ ആറ്റോമിക് വെയിറ്റ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. അന്നേരം നമ്മളിപ്പോ 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഈ ലിഥിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ആറ്റോമിക് മാസിന്റെ ആവറേജ് എന്ന് പറയുന്നതാണ് നടുക്കിടക്കുന്ന സോഡിയത്തിന്റെ ആറ്റോമിക് മാസ്. He showed when 3 elements in a triad were written in order of increasing atomic mass. The atomic mass of the middle element was average of atomic mass of the other 2 elements. Atomic mass of the middle element. ഇവിടെ middle element ഏതാണ്? സോഡിയം. ആ സോഡിയത്തിന്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് റഫ്ലി ആവറേജ് ഓഫ് ആറ്റോമിക് മാസ് ഓഫ് ലിഥിയം ആൻഡ് പൊട്ടാസ്യം. ഓക്കെ, അദ്ദേഹം തിരിച്ചിരിക്കുന്ന ഗ്രൂപ്പിൽ 3 എലമെന്റ്സേ ഉള്ളൂ. അതിനകത്ത്
ഏറ്റവും മുകളിൽ കിടക്കുന്നതും ഏറ്റവും താഴെ കിടക്കുന്നതുമായ ലിഥിയവും പൊട്ടാസ്യത്തിന്റെയും ആവറേജ് ആറ്റോമിക് മാസ് ആണ് സോഡിയം എന്ന് പറയുന്നത്. അതനുസരിച്ചാണ് അത് ലോ ഓഫ് ട്രൈഡ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ലോ ഓഫ് ട്രൈഡ്സ്, Dobrynius law of triads അനുസരിച്ച് in each group of 3 members called triads, the middle element had an atomic weight about halfway between the atomic weights of other two. നമ്മള് ഇദ്ദേഹം ക്ലാസ്സിൽ ഇരിക്കുന്ന 3 ഗ്രൂപ്പുകളുണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അതുപോലെ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, അതുപോലെ അടുത്ത എലിമെന്റ് ആണ് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇവിടെ കാൽസ്യത്തിന്റെയും ബേരിയത്തിന്റെയും ആറ്റോമിക് മാസിന്റെ ആവറേജ് എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? സ്ട്രോൺഷ്യത്തിന്റെ ആറ്റോമിക് വെയിറ്റ് ആയ 88 റഫ്ലി ഈക്വൽ ആയിരിക്കും. അതുപോലെ ക്ലോറിന്റെയും അയഡിന്റെയും ആറ്റോമിക് മാസിന്റെ ആവറേജ് എന്ന് പറയുന്നത് ബ്രോമിന്റെ ആറ്റോമിക് മാസ് ആയ 80 തുല്യമായിരിക്കും. ഓക്കെ, ഇതാണ് ലോ ഓഫ് ട്രൈഡ്സ് അനുസരിച്ച് ഡോബറിനിയർ പറയുന്നത്. ഡോബറിനിയർസ് ട്രൈഡ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അന്നേരം സോഡിയം ലിഥിയത്തിന്റെയും പൊട്ടാസ്യന്റെയും ആവറേജ് മാസ് ആയിരിക്കും. കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം. സ്ട്രോൺഷ്യം ആയിരിക്കും കാൽസ്യത്തിന്റെയും ബേരിയത്തിന്റെയും ആറ്റോമിക് മാസിന്റെ ആവറേജ്. അതുപോലെ ക്ലോറിൻ, അയഡിൻ, അന്നേരം ബ്രോമിൻ, അതിന്റെ ആറ്റോമിക് മാസ് ഇതിന്റെ രണ്ടിന്റെയും ആവറേജ് ആയിരിക്കും. ഓക്കെ, നമ്മള് ഡോബറിനിയർ കണ്ടുപിടിച്ച 3 ഗ്രൂപ്പാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഇദ്ദേഹത്തിന്റെ റൂളിന്റെ, ഈ ലോ ഓഫ് ട്രൈഡ്സിന്റെ ലിമിറ്റേഷൻ, പോരായ്മയുണ്ട് അല്ലെ? Dobrynian could only find 3 such triads from the element. ഇതുപോലത്തെ 3 ഗ്രൂപ്പ് മാത്രമേ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചുള്ളൂ. അതായത് ആറ്റോമിക് വെയിറ്റ് 1ന്റെയും 3ന്റെയും ആറ്റോമിക് വെയിറ്റ് അതിന്റെ ആവറേജ് രണ്ടാമത്തെ എലിമെന്റിന്റെ ആറ്റോമിക് വെയിറ്റ് തുല്യമാണെന്നുള്ളത് 3 സീരീസ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. Thus, this system of classification was not found to be useful. എല്ലാ എലിമെന്റ്സിനും ഉപയോഗിച്ചാലേ നമുക്കിത് സക്സസ് ആണെന്ന് പറയത്തുള്ളൂ അല്ലെ? ഇത് എല്ലാ എലിമെന്റ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. 3 ഗ്രൂപ്പിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതൊരു ലിമിറ്റേഷൻ ആയിപ്പോയി. ഇതിന് അടുത്ത കൺസെപ്റ്റ്, അടുത്ത ക്ലാസിഫിക്കേഷനോട് നമുക്കിനി കടക്കുകയാണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തു ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവസ്. ജോൺ ന്യൂലാൻഡ്, അദ്ദേഹത്തിന്റെ കാലഘട്ടം 1838 തൊട്ട് 1898 വരെയായിരുന്നു. In 1863, he suggested that elements be arranged in octaves. നിങ്ങൾ സപ്തസ്വരങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? Because he noticed that certain properties repeated every 8th element. അതായത് after arranging the elements in order of increasing atomic mass. ആറ്റോമിക് മാസ് അനുസരിച്ച് എലമെന്റിനെ എല്ലാം അറേഞ്ച് ചെയ്തു. ആ പ്രോപ്പർട്ടി എന്നിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ്, ആ എലിമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് അദ്ദേഹം അനലൈസ് ചെയ്തപ്പോൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്, elements be arranged in octaves because he noticed that certain properties repeated every 8th element. ചില പ്രോപ്പർട്ടീസ് 8th element കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നു. The relationship was just like every 8th note that resembled the first in octaves of music. മ്യൂസിക്കിലെ ഒക്ടേവ്സിനെ പോലെയാണ്. The arrangement of the element in increasing order of their atomic weight അനുസരിച്ച് എലിമെന്റ്സിനെ അറേഞ്ച് ചെയ്തു. And noted that every 8th element had properties similar to the first element. 1 തൊട്ട് 8 വരെയുള്ള എലിമെന്റ്സിനെ അറേഞ്ച് ചെയ്തു. 8ാമത്തെ എലിമെന്റിന് 1ാമത്തെ എലിമെന്റിലെ ആറ്റോമിക് പ്രോപ്പർട്ടിയുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട്. അതാണ് ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സിൽ പറയുന്നത്. ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സ്. നമുക്കിവിടെ ഒന്ന് എക്സാമ്പിൾ നോക്കാം. ഇവിടെ എലിമെന്റ് ലിഥിയം, ബെർലിയം, ആറ്റോമിക് മാസ് അനുസരിച്ച് വെയിറ്റ് അനുസരിച്ച് ഇവിടെ അറേഞ്ച് ചെയ്യാണ്. ലിഥിയത്തിന് 7 ആയിരുന്നു, അത് കഴിഞ്ഞ് ബെർലിയം 9, ബോറോൺ 11, അങ്ങനെ അറേഞ്ച് ചെയ്തു. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, സോഡിയം വരെ വന്നു. എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കി തരികയാണ്, ഈ ഇവിടുത്തെ 1ാമത്തെ എലിമെന്റ് ആണ് ലിഥിയം. ഓക്കെ, ലിഥിയം കഴിഞ്ഞിട്ട് സോഡിയം വരുന്നത് 1, 2, 3, 4, 5, 6, 7, 8ാമത്തെ എലിമെന്റ് ആയിട്ടാണ് സോഡിയം വരുന്നത്. ഈ ലിഥിയവും സോഡിയവും തമ്മിൽ എന്തോ ഒരു പല പ്രോപ്പർട്ടിക്കും സിമിലാരിറ്റീസ് ഉണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ആറ്റോമിക് വെയിറ്റ് അനുസരിച്ച് എലിമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ 1ാമത്തതും 8ാമത്തെയും എലിമെന്റ് തമ്മിൽ ഒരു സിമിലാരിറ്റി, പല കാര്യങ്ങൾക്ക് സിമിലാരിറ്റി വരുന്നു. അങ്ങനെയുള്ളതിനെയാണ് പറഞ്ഞത്, നമ്മൾ പറഞ്ഞ എന്താണ് ലോ ഓഫ് ഒക്ടേവ്സ്. ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്
അതുപോലെ അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത എലിമെന്റ് ആണ് സോഡിയം. ഈ സോഡിയത്തിന്റെ 8 എലിമെന്റ് ആണ്, 8ാമത്തെ എലിമെന്റ് ആണ് പൊട്ടാസ്യം. ഇവർ തമ്മിലും എന്തുണ്ടാകുന്നു? സിമിലാരിറ്റീസ് ഉണ്ടാകുന്നു. ഇവിടെ ലിഥിയം ആൻഡ് സോഡിയം വേർ ഫൗണ്ട് ടു ബി സെയിം. നമുക്കിപ്പം ലോ ഓഫ് ഒക്ടേവ്സ് അനുസരിച്ച് നമുക്ക് എന്താണ് മനസ്സിലായത്? എലിമെന്റ്സിനെ ആറ്റോമിക് വെയിറ്റ് അനുസരിച്ച് കണക്കാക്കുമ്പോൾ 1ഉം 8ഉം ഒന്നാമത്തെ 8ാമത്തെ എലിമെന്റ് തമ്മിൽ നല്ല സിമിലാരിറ്റീസ് വരുന്നു. പല പ്രോപ്പർട്ടീസ് സിമിലർ ആണ്. ഇത് അതുകൊണ്ട് നമ്മളത് അങ്ങനെ കണ്ടുപിടിക്കും. പക്ഷെ എല്ലാ എലിമെന്റ്സിനും ഇത് പ്രായോഗികമല്ല. ലോ ഓഫ് ഒക്ടേവ്സ് പറയാൻ എല്ലാ എലിമെന്റ്സിനും പ്രായോഗികമല്ല. ലോ ഓഫ് ഒക്ടേവ്സ് വാസ് ഓൺലി ആപ്ലിക്കബിൾ അപ് ടു കാൽസ്യം വരെയുള്ളൂ പറയാൻ പറ്റത്തുള്ളൂ. ആസ് ആഫ്റ്റർ എവരി 8 എലിമെന്റ് ഡിഡ് നോട്ട് ഹാവ് സെയിം പ്രോപ്പർട്ടി ടു ദാറ്റ് ഓഫ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ 1ാമത്തെ എലിമെന്റും 8ാമത്തെ എലിമെന്റും തമ്മിൽ നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നില്ല? സിമിലാരിറ്റി കാണിക്കുന്നില്ല. He assumed that only 56 elements exist and no more elements were to be discovered. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തനുസരിച്ച് 56 എലിമെന്റ്സ് മാത്രമേ ഉള്ളെന്നാണ് കണ്ടുപിടിച്ചത്. So this law only work well with the lighter elements. ലൈറ്റർ ആയിട്ടുള്ള ആറ്റോമിക് നമ്പർ കുറവുള്ളതിനെ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. ലോ ഓഫ് ഒക്ടേവ്സ്. Hence it was not applicable with elements have atomic mass above 40. 40 ആറ്റോമിക് മാസ് ഉള്ളതിന് ഇത് ആപ്ലിക്കബിൾ ആകുന്നില്ല. ഇതാണ് ഇതിന്റെ ലിമിറ്റേഷൻ, പോരായ്മ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അടുത്ത ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് നോക്കുകയാണ്. ഇപ്പൊ നമ്മൾ കണ്ടത് ലോ ഓഫ് ഒക്ടേവ്സ് ആണ്. നമ്മൾ ഈ 2 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മളിപ്പം കണ്ടത്? ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ് ആണ് ലോ ഓഫ് ട്രയഡ്സ്. എന്താണ് ലോ ഓഫ് ട്രയഡ്സ് അനുസരിച്ച് പറഞ്ഞത്? അക്കോർഡിംഗ് ടു ലോ ഓഫ് ട്രയഡ്സ് എലിമെന്റ്സ് വെയർ പ്ലേസ്ഡ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് 3 ആൻഡ് ദേ വെർ കോൾഡ് ട്രയഡ്സ്. 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു, 3 ഉള്ളൂ. ദീസ് വെയർ പ്ലേസ്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്. ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സ് the elements were placed in increasing order of their atomic weight and it was noted that every 8th element had properties similar to the first element. ഇത് ഓർത്തിരിക്കുക. എന്താണ് ലോ ഓഫ് ട്രയഡ്സിനകത്തും ലോ ഓഫ് ഒക്ടേവ്സിനകത്തും പറഞ്ഞത്? ന്യൂലാൻഡ്സ് ആണ് ലോ ഓഫ് ഒക്ടേവ്സിന്റെ വിജ്ഞാതാവ്, ന്യൂലാൻഡ്സ്. The relationship was just like every 8th note that resembles the first in octaves of music. നമ്മുടെ സംഗീതം, അതാണ് നമ്മൾ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് seem to be true to element only up to calcium. അതാണ് ഒരു പോരായ്മയുള്ളത് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. ലോ ഓഫ് ട്രയഡ്സും ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സും പോരായ്മകൾ ഉണ്ടായിപ്പോയി. അതുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ് എന്താണ് നമുക്ക് പഠിക്കാം. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് മെന്റലീവ് പീരിയോഡിക് ടേബിൾ ആണ്. മെന്റലീവ്സ്. The elements, if arranged according to their atomic weight, exhibit an apparent periodicity of properties. ഇത് ദിമിത്രി മെൻഡലീഫ് പറഞ്ഞാണ്. ദിമിത്രി മെൻഡലീഫ് ഇവിടെ ആറ്റോമിക് വെയിറ്റ് അനുസരിച്ച് തന്നെയാണ് ഇവിടെ എലിമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നത് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിനകത്ത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. The properties of the elements are a periodic functions of their atomic weights. എല്ലാ എലിമെന്റ്സിന്റെയും പ്രോപ്പർട്ടീസ്, ഗുണഗണങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ആറ്റോമിക് വെയിറ്റിന്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. The properties of the elements are a periodic function of their atomic weight. ഇതാണ് മെന്റലീഫ് പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. മെന്റലീഫ് പീരിയോഡിക് ലോ അനുസരിച്ച് പറയുക നമുക്ക് മനസ്സിലാക്കാം. The properties of the elements are a periodic functions of their atomic weight. ഓക്കെ, ബോർഡ് എക്സാമിന് ചോദിക്കാം. മെന്റലീഫ് പീരിയോഡിക് ലോ പറയാം, ചോദിക്കാം. മെന്റലീഫ് അറേഞ്ച് എലിമെന്റ്സ് ഇൻ ഹൊറിസോണ്ടൽ റോസ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോളംസ്. നമ്മുടെ ഹൊറിസോണ്ടൽ റോസ് നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് പീരിയഡ് ആയിട്ട് ഓർക്കുക. വെർട്ടിക്കൽ കോളംസ് നമ്മുടെ ഗ്രൂപ്പായിട്ട് ഓർക്കുക. എങ്ങനെയാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്? ഇൻ ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിംഗ് ആറ്റോമിക് വെയ്റ്റ്സ്. ആറ്റോമിക് വെയിറ്റ് അനുസരിച്ചാണ്. സച്ച് എ വേ ദാറ്റ് ദ എലിമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഒക്യുപ്പൈഡ് ദ സെയിം വെർട്ടിക്കൽ കോളം ഓർ എ ഗ്രൂപ്പ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഏകദേശം സിമിലർ പ്രോപ്പർട്ടീസ് എല്ലാം കാണിക്കുന്ന എല്ലാം ഒരേ ഗ്രൂപ്പിൽ വരുന്നു. ഒരേ ഗ്രൂപ്പിലാണ് അദ്ദേഹം കാണിച്ച എലിമെന്റ്സ് എല്ലാം ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, മെന്റലീഫ് പീരിയോഡിക് ടേബിൾ ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. മെന്റലീഫ് ലോ സ്റ്റേറ്റ് ദാറ്റ് the properties of the elements are a periodic functions of their atomic weight. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആറ്റോമിക് വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. Mendeleev predict the existence and properties of some elements and his prediction was absolutely correct. He called the groups as columns. നമ്മൾ ഗ്രൂപ്പ് പീരിയോഡിക് ടേബിളിനകത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ടല്ലേ, ആ ഗ്രൂപ്പിനെ അദ്ദേഹം വിളിച്ചത് കോളംസ് എന്നായിരുന്നു.
പീരിയോഡ്സിന് സീരീസ് എന്ന് വിളിച്ചു. അന്നേരം നമ്മുടെ മെന്റലീഫ് പീരിയോഡിക് ടേബിൾ കാണുമ്പോൾ കോളംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പാന്ന് ഓർക്കുക, അതുപോലെ പീരിയഡ്സ് എന്ന് പറയുന്നതാണ് സീരീസ് ആണെന്ന് ഓർക്കുക. ഇനി മെന്റലീഫിന് അറിയാൻ മേലാത്ത കാര്യങ്ങൾ അദ്ദേഹം അറിയാൻ മേലെന്ന് തന്നെ പറയും, അല്ലെ? ചില ആളുകളുണ്ടോ ഒരിക്കലും സമ്മതിക്കത്തില്ല, എനിക്ക് എല്ലാം അറിയാമെന്ന് പറയും. പക്ഷെ നമ്മുടെ മെന്റലീഫ് അങ്ങനെയല്ലായിരുന്നു. മെന്റലീഫിന് അറിയാൻ മേലാത്തായിരുന്നു. സിലിക്കോണും അലൂമിനിയവും കഴിഞ്ഞ് മെന്റലീഫ് ലെഫ്റ്റ് ഗ്യാപ് അണ്ടർ സിലിക്കൺ ആൻഡ് അലൂമിനിയം ആൻഡ് ദോസ് വെയർ നോൺ ആസ് എക്ക അലൂമിനിയം ആൻഡ് എക്ക സിലിക്കൺ. നമ്മള് പഠിച്ചത് എന്താണ്? മെന്റലീഫ് എന്തനുസരിച്ചാണ് ഇലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ആറ്റോമിക് വെയിറ്റ് അനുസരിച്ചാണ്. അന്നേരം അദ്ദേഹത്തിന് ഈ സിലിക്കൺ കഴിഞ്ഞുള്ള അടുത്ത ഇലമെന്റ് ഏതാണെന്ന് വേറൊരു ഇലമെന്റ് ഉണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായില്ല, ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. അതുപോലെ അലൂമിനിയം കഴിഞ്ഞിട്ട് ഏതോ ഒരു ഇലമെന്റ് ഉണ്ട് കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആറ്റോമിക് വെയിറ്റ് ഉള്ളതുണ്ട്. പക്ഷെ എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനം അവിടെ സ്പേസ് വിട്ടിട്ട് പറഞ്ഞു അത് എക്ക അലൂമിനിയം ആൻഡ് എക്ക സിലിക്കൺ അത് പറഞ്ഞു. Later it was discovered that Eka aluminum had properties similar to gallium. അലൂമിനിയം കഴിഞ്ഞ അടുത്ത എലമെന്റ് ഏതായാലും ഗാലിയം ആയിരുന്നു, പിന്നെയാണ് കണ്ടുപിടിച്ചത്. അതുപോലെ സിലിക്കൺ കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചതാണ് നമ്മുടെ സിലിക്കൺ ഹാഡ് പ്രോപ്പർട്ടീസ് ഓഫ് ജെർമേനിയം ആണെന്ന് കണ്ടുപിടിച്ചു. അന്നേരം ഗാലിയവും ജെർമേനിയമാണ് അലൂമിനിയം സിലിക്കണും കഴിഞ്ഞ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അന്നേരം അദ്ദേഹത്തിന് നമ്മളെ മനസ്സിലാക്കി തരുമായിരുന്നു, എനിക്കറിയാൻ മേലാത്ത അത് പിന്നെ കണ്ടുപിടിച്ചോളുമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് നമുക്ക് വിട്ടു തന്നു. അത് കഴിഞ്ഞ് അത് കാലം അത് കണ്ടുപിടിച്ചു. ഗാലിയോ ജെർമേനിയമായിട്ട് അത് നമ്മുടെ രൂപത്തിൽ വന്നു. നമ്മളിപ്പം കാണുന്നത് മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിൾ ആണ്. ഇതാണ് ഗ്രൂപ്പ്സ്. അതുപോലെ 1 തൊട്ട് ഇവിടെ നമ്മൾ കാണുവാണ് 8 ഗ്രൂപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ പലതരത്തിലുള്ള ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഹൈഡ്രജൻ, ലിഥിയം അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിള്. Predicted existence of some elements that were not discovered at that time. ഇതൊരു അച്ചീവ്മെന്റ് ആണ് മെന്റലീഫിന്റെ. ഗാലിയം, സ്കാൻഡിയം ആൻഡ് ജെർമേനിയം ഒക്കെ പ്രിഡിക്ട് ചെയ്തു. അതുപോലെ പ്രിഡിക്ട് പ്രോപ്പർട്ടീസ് ഓഫ് എലിമെന്റ്സ് ഓൺ ബേസിസ് ഓഫ് ഇറ്റ്സ് പൊസിഷൻ അനുസരിച്ചും പ്രിഡിക്ട് ചെയ്തു. നോബിൾ ഗ്യാസ് വിച്ച് വെയർ ഡിസ്കവേർഡ് ലേറ്റർ കുഡ് ഫിറ്റ് ഇറ്റ് ഇൻ ഹിസ് ടേബിൾ. നോബിൾ ഗ്യാസിനെയും പിന്നെ ഉള്ളതിനെ അദ്ദേഹത്തിന്റെ ടേബിളിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ സാധിച്ചു. കാരണം അദ്ദേഹം സ്ഥലം ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലേ? ഇതിന്റെ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാല് പൊസിഷൻ ഓഫ് ഐസോടോപ്സ് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻഡ്. എന്താണ് ഐസോടോപ്സ്? സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. അതിന്റെ പൊസിഷൻ ഓഫ് ഐസോടോപ്പ് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻ. അതുപോലെ റോങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻ. ഫോർ എക്സാമ്പിൾ കൊബാൾട്ട് 58.9 came before nickel 58.7. നിക്കലിന് മുമ്പേ കൊബാൾട്ട് വന്നു. അതിന്റെ അത് കറക്റ്റായിട്ട് ആറ്റോമിക് മാസ് കറക്റ്റായിട്ട് പറയാൻ സാധിച്ചില്ല. റോങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻഡ്. ചില കേസിലേ ഉള്ളൂ കേട്ടോ. അപ്പം കൊബാൾട്ടും നിക്കലും ഒക്കെ അത് ഓർത്തിരിക്കുക. അടുത്താണ് ഹൈഡ്രജൻ വാസ് നോട്ട് അസൈൻ കറക്റ്റ് പൊസിഷൻ. ഹൈഡ്രജന് എവിടെയാണ് ഒരു പൊസിഷൻ കറക്റ്റായിട്ട് കൊടുക്കേണ്ടതെന്ന് മെന്റലീഫിന് പറയാൻ സാധിച്ചില്ല. ഇറ്റ് ഹാഡ് പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് ആൽക്കലി ആൻഡ് ഹാലജൻസ്. അതും ഒരു ലിമിറ്റേഷൻ ആണ്. നമ്മളിപ്പോ മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിൾ കണ്ടല്ലേ? അതനുസരിച്ച് നമ്മൾ അടുത്ത ഇനി ഇപ്പം കാണുന്ന പീരിയോഡിക് ടേബിളിലേക്ക് നമ്മൾ പോവുകയാണ്. ആ പീരിയോഡിക് ടേബിൾ ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. അത് ഹെൻറി മോസ്ലിയാണ് അത് കണ്ടുപിടിച്ചത്. ഇൻ 1913 ത്രൂ ഹിസ് വർക്ക് വിത്ത് എക്സ്റേസ് he determined the actual nuclear charge of the elements. He rearranged the elements in order of increasing atomic number. Note the point. നമ്മുടെ മെന്റലീഫ് ആറ്റോമിക് വെയിറ്റ് അനുസരിച്ചാണ് കണ്ടുപിടിച്ചത്. എന്നാൽ ഹെൻറി മോസ്ലി പറയുകയാണ് എല്ലാ പീരിയോഡിക് പ്രോപ്പർട്ടീസിനും കാരണം ആറ്റോമിക് നമ്പർ ആണെന്ന്. ആറ്റോമിക് നമ്പർ ഇതാണ് വ്യത്യസ്തമായ അല്ലെങ്കിൽ വിപ്ലവകരമായ അടുത്ത പീരിയോഡിക് ടേബിളിലേക്കുള്ള പുതിയ കാൽവെപ്പാണ്. ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോപ്പർട്ടീസ് നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞു. ഇതാണ് മോസ്ലീസ് മോഡേൺ പീരിയോഡിക് ടേബിൾ. എന്നാലും നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ആരാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ പറയണം ഹെൻറി മോസ്ലി. Modern periodic laws state that the properties of the elements are a periodic functions of their atomic numbers. ശ്രദ്ധിക്കുക,
ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പ്രോപ്പർട്ടീസും എലമെന്റ്സിന്റെ നിൽക്കുന്നത്. ഇത് ബോർഡ് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. മോഡേൺ പീരിയോഡിക് ലോ mostly said that the properties of every element vary with the atomic number, not with the atomic mass. മെൻഡലീഫിന്റെ സജഷൻ എന്തായിരുന്നു? ആറ്റോമിക് മാസ് അനുസരിച്ചാണ്. എന്നാൽ ഇദ്ദേഹം പറയുന്നു ആറ്റോമിക് മാസ് അല്ല, ആറ്റോമിക് നമ്പർ അനുസരിച്ചാണ് വേരി ചെയ്യുന്നത്. The modern periodic table is in accordance with the modern periodic law. നമ്മളിപ്പം കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിള് നമ്മുടെ ഈ മോസ്ലീസ് മോഡേൺ പീരിയോഡിക് ലോ അനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. In 1913, Henry Moseley showed that atomic number of an element was more fundamental property than atomic mass. Modern periodic law properties of elements are the periodic functions of their atomic number. ഇനി നമുക്കിവിടെ മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് എത്ര ഗ്രൂപ്പ് ഉണ്ട്, എത്ര പീരീഡ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നിങ്ങൾക്കറിയാം എങ്കിലും നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. മോഡേൺ പീരിയോഡിക് ടേബിൾ കൺസിസ്റ്റ് ഓഫ് 18 ഗ്രൂപ്പ്സ് ആൻഡ് 7 പീരീഡ്സ്. ഏതൊറക്കത്തിലും ചോദിച്ചാലും നിങ്ങൾ പറയണം നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ്. എത്ര പീരീഡ്? 7 പീരീഡ് കേട്ടെ. ത്രൂ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ പൊസിഷൻ ഓഫ് ഐസോടോപ്പ് ഇസ് ക്ലിയർ. പൊസിഷൻ ഓഫ് നിക്കൽ ആൻഡ് കൊബാൾട്ട് ഇസ് ക്ലിയർ. നമ്മുടെ മെൻഡലീഫിനെ പരാജയപ്പെട്ടെടുത്ത് മോഡേൺ പീരിയോഡിക് ടേബിൾ അനുസരിച്ച് നമുക്ക് അത് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇസ് വെൽ എക്സ്പ്ലെയിൻഡ്. ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഒരു രേഖാചിത്രം. ദ പീരിയോഡിക് ലോ റിവീൽ ഇമ്പോർട്ടന്റ് അനാലിസിസ് എമംഗ് ദ 94 നാച്ചുറലി ഒക്കറിംഗ് എലമെന്റ്സ്. അതുപോലെ ഇവിടെ നമ്മൾ പീരിയോഡിക് ടേബിളിനകത്ത് നമുക്കറിയാം ഏതാണ് പീരീഡ്? 7 പീരീഡ് ഉണ്ട് നമ്മുടെ മോഡേൺ പീരിയോഡിക്കിനകത്ത് അല്ലെ, 7 എണ്ണം. അതാണ് ഈ കാണുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ട് പോണതാണ് ഹൊറിസോണ്ടൽ, അതാണ് പീരീഡ്. ഇനി വെർട്ടിക്കൽ ആയിട്ടുള്ള കോളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൂപ്പ്. The horizontal rows of periodic table are called periods. ഓർത്തിരിക്കുക, ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാം എങ്കിൽ ഒന്നും കൂടെ നമ്മളൊന്ന് റീകോൾ ചെയ്യുന്നതേ ഉള്ളൂ. ദ വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഗ്രൂപ്പിനെയും പീരിയഡ്സിനെയും നമ്മൾ തിരിച്ചറിഞ്ഞു. ഗ്രൂപ്പിനെയും പീരിയഡ്സിനെയും 7 പീരീഡ്, 18 ഗ്രൂപ്പ്. ഇപ്പൊ നമ്മള് പറഞ്ഞ മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലോ അനുസരിച്ച് ആറ്റോമിക് നമ്പർ അനുസരിച്ച് ഇലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തു. 1 തൊട്ട് ഹൈഡ്രജൻ തൊട്ട് ഒർഗാനിസം വരെയുള്ള 118 ഇലമെന്റ്സ് കമ്പൈൻ ചെയ്ത പീരിയോഡിക് ടേബിൾ ആണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ പീരിയോഡിക് ടേബിളിനകത്ത് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം 7 പീരീഡ് അല്ലെ, 1, 2, 3, 4, 5, 6, 7. ഇതാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോ. ഇതാണ് നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത്. ഇനി വെർട്ടിക്കൽ കോളമാണ് എന്ത്? ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര വെർട്ടിക്കൽ കോളം ഉണ്ട്? 1 തൊട്ട് 18 വരെയുള്ളത് ആണ് വെർട്ടിക്കൽ കോളം നമ്മളിവിടെ കാണുന്നത്. നമ്മൾ പീരിയോഡിക് ടേബിളിലെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് അല്ലെ, ഇതൊക്കെ നമുക്ക് അറിയാം. അന്നേരം ഇതാണ് പീരിയോഡിക് ടേബിൾ ഓഫ് ദ എലമെന്റ്സ്, മോഡേൺ പീരിയോഡിക് ടേബിൾ. ഓക്കെ, നമ്മളിവിടെ ഈ പീരിയോഡിക് ടേബിളിനകത്ത് എല്ലാത്തിന്റെ സിമ്പിൾ കണ്ടായിരുന്നു അല്ലെ. സോഡിയം എന്താ സിമ്പിള്? Na. അതൊക്കെ ലാറ്റിൻ നെയിമാ. ചില എലിമെന്റ്സിന്റെ ഒക്കെ പേരുകള് ലാറ്റിൻ പദത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് അങ്ങനെയുള്ളതാണ്. സോഡിയം, നെട്രിയം എന്നാണ് അതിന്റെ സോഡിയത്തിന്റെ ലാറ്റിൻ പദം. സോഡിയത്തിന് Na എന്ന സിമ്പിൾ വെച്ചാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പൊട്ടാസ്യം, കാലിയം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് പൊട്ടാസ്യം വന്നിരിക്കുന്നത്. K എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് പൊട്ടാസ്യത്തിന്റെ സിമ്പിള്. മെർക്കുറി Hg അല്ലെ. അതുപോലെ സിൽവർ Ag, അർജന്റം, ഗോൾഡ് ഓർത്തിരിക്കുക. ഗോൾഡിന്റെ സിമ്പിൾ ചോദിക്കുമ്പോൾ നിങ്ങൾ AU. ഓക്കെ, AU. ടിൻ SN, ലെഡ് PB ഓർത്തിരിക്കുക. ഇതൊക്കെ ലാറ്റിൻ പദങ്ങളാണ്. ഈ ലാറ്റിൻ പദത്തിൽ നിന്നാണ് നമുക്ക് ഈ സിമ്പിൾസ് എല്ലാം ലഭിച്ചിരിക്കുന്നത്. സോഡിയം, പൊട്ടാസ്യം, മെർക്കുറി, സിൽവർ, ഗോൾഡ്, ടിൻ, ലെഡ് ഒക്കെ ലാറ്റിൻ പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിന്റെ സിമ്പിൾസും ഓർത്തിരിക്കുക. ഗോൾഡ് പ്രത്യേകം ഓർത്തിരിക്കുക, AU. ഇപ്പൊ നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് periodic table consists of 7 periods numbered from 1 to 7 and the 7th period is still incomplete. ഇപ്പോഴും 7ാമത്തെ പീരീഡ് ഇൻകംപ്ലീറ്റ് ആണ്. Periodic table consists of 18 groups numbered from 1 to 18. Pure metals are placed on left hand side and non metals on the right hand side. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മുടെ സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം അങ്ങനെയുള്ളത്. നോൺ മെറ്റൽസ് ആരൊക്കെയാണ്? ഹാലോജൻസ് ഒക്കെ റൈറ്റ് ഹാൻഡ് സൈഡിലും. ഹൈഡ്രജൻ finds a separate and unique position in the periodic table because of its property
ഡസ് നോട്ട് മാച്ച് വിത്ത് എനി അതർ എലിമെന്റ്സ്. ചില എലിമെന്റ്സുമായിട്ട് അതിന് സിമിലാരിറ്റി ഉണ്ട്. ഏതാ? ഫസ്റ്റ് ഗ്രൂപ്പുമായിട്ടുണ്ട്, പിന്നെ ഗ്രൂപ്പ് 17 ഹാലജൻസുമായിട്ടുണ്ട്. എന്നാൽ എല്ലാം ഒന്നും സിമിലർ അല്ല. അതുകൊണ്ട് അതിനെ ഇടയ്ക്കായിട്ട് നിർത്തിയിരിക്കുകയാണ്. പീരിയോഡിക് ടേബിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 മെയിൻ ബ്ലോക്സ് എസ്, പി, ഡി ആൻഡ് എഫ്. ഇനി ഇവിടെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നൊരു ലിക്വിഡ് ആയിട്ടുള്ള ഇതുണ്ട്, മെറ്റല്. ദ ലിക്വിഡ് മെറ്റൽ പ്രസന്റ് ഇൻ പീരിയോഡിക് ടേബിൾ ഇസ് മെർക്കുറി. നമ്മുടെ തെർമോമീറ്ററിനകത്തൊക്കെ ഉപയോഗിക്കുന്നതല്ലേ മെർക്കുറി. ഓർത്തിരിക്കുക, Hg മെർക്കുറി. മെർക്കുറിയെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ലിക്വിഡ് മെറ്റൽ ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള ഒരു നോൺ മെറ്റൽ ഉണ്ട്. ആ ലിക്വിഡ് ആയിട്ട് നോൺ മെറ്റലിന്റെ പേരാണ് ബ്രോമിൻ. ഓക്കെ, ലിക്വിഡ് നോൺ മെറ്റൽ ബ്രോമിൻ, ലിക്വിഡ് മെറ്റൽ എന്താണ്? മെർക്കുറി. ഇതൊക്കെ നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് ഉള്ള എലിമെന്റ്സ് ആണ്. There are together 7 periods. The period numbers correspond to the highest principal quantum number of the elements in the period. The first period contains 2 elements. ഇപ്പോൾ 7 പീരീഡ് ഉണ്ടല്ലേ, 7 പീരീഡിനകത്ത് എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് പറയാണ്. ഫസ്റ്റ് പീരീഡിനകത്ത് 2 എലിമെന്റ്സ്. ദ സബ്സിക്വന്റ് പീരീഡ് കൺസിസ്റ്റ് ഓഫ് 8, 8, 18, 18 ആൻഡ് 32. നമ്മുടെ ആദ്യം 2 പീരീഡ്സിന് ഒന്നാമത്തെ പീരീഡ് 2, രണ്ടാമത്തെ പീരീഡ് 8, മൂന്നാമത്തിൽ 8, നാലാമത്തിൽ 18, അഞ്ചാമത്തിൽ 18, ആറാമത്തിൽ 32. സെവൻത് പീരീഡ് ഈസ് ഇൻകംപ്ലീറ്റ്. സെവൻത് പീരീഡ് ഇൻകംപ്ലീറ്റ് ആണ്. ആൻഡ് ലൈക്ക് ദ സിക്സ്ത് പീരീഡ് വുഡ് ഹാവ് എ തിയററ്റിക്കൽ മാക്സിമം ഓഫ് 32 elements. 14 elements of both 6th and 7th periods, lanthanoids and actinoids ആണ്, are placed in separate planes at the bottom. ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും താഴെ ഏറ്റവും താഴെ 4F ഉം 5F ആണ് ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും. ആ F ബ്ലോക്ക് എലിമെന്റ്സിനെ പീരിയോഡിക് ടേബിളിനകത്ത് ഏറ്റവും ബോട്ടത്തിൽ താഴെയാണത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിള്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം ഈ പീരിയോഡിക് ടേബിളിനകത്ത് കാണുന്നത്. അതായത് താഴെയുള്ള F ബ്ലോക്ക് എലിമെന്റ്സ്, അതുപോലെ D ബ്ലോക്ക് എലിമെന്റ്സ്, P ബ്ലോക്ക്, S ബ്ലോക്ക്, ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആറ്റോമിക് നമ്പറിനനുസരിച്ചാണ് എലിമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഇതുവരെ കണ്ടുപിടിച്ചിരിക്കുന്ന എത്ര എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ 118 എലിമെന്റ്സ് എന്നുള്ളത് ഓർത്തിരുന്ന് പറയുക. നമ്മൾ കെമിസ്ട്രി സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പീരിയോഡിക് ടേബിള്. നമ്മൾ പീരിയോഡിക് ടേബിൾ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ വരെ എത്തി നിൽക്കുകയാണ്. നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ തന്നെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുന്നതിന് ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.